ഹലോ, ഇന്നത്തെ ഉച്ച ഊണിന് എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ ഒന്ന് കാണണ്ടേ? അതാ കണ്ടു നോക്കൂ. ഞാനിവിടെ മോരൊന്ന് കലക്കാൻ പോവാണ്. മോര് കലക്കെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാടൻ തൈര് വെച്ചിട്ട് ഒരു സംഭാരം പോലെ ആക്കി എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട്. അതിലേക്ക് കുറച്ച് പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാന്താരി മുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, കുറച്ച് ഉപ്പ് എന്നിവ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത പണിയിലോട്ട് കിടക്കാം. സൊസൈറ്റിയിലെ പാലുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ തൈര് ഉണ്ടാക്കണത്. അപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് പൊക്കത്ത്. പിന്നെ അടുത്ത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊടപ്പനാണ്. ചിലയിടത്തൊക്കെ കൂമ്പെന്ന് പറയും. അപ്പോൾ നമ്മുടെ കൊടപ്പൻ തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടപ്പൻ എപ്പോൾ കണ്ടാലും ഞാൻ മേടിക്കൂട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഹെൽത്തി സംഭവമല്ലേ, അപ്പോൾ നാടനാണ്. അപ്പോൾ ഞാൻ എപ്പോൾ കണ്ടാലും കൊടപ്പൻ മേടിച്ചിരിക്കും. വില കുറവല്ലേ. പിന്നെ മുട്ട വറുക്കാനായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചേക്കാണിത്. അപ്പോൾ നമ്മൾ ചോറിനാറാകുമ്പോഴത്തേക്ക് അതും വറുക്കും ചൂടോടെ. അപ്പോൾ ചോറിനാനായിട്ട് സമയമായിരുന്നു. അപ്പോൾ മുട്ട വറുക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തോട്ട് മറിച്ചിടും. അപ്പോൾ ഇവിടെ ഉച്ച ഊണിന് ഇതൊക്കെയാണ് സ്പെഷ്യൽ. കുത്തരി ചോറുണ്ട്, കൊടപ്പൻ തോരനുണ്ട്, പിന്നെ മുട്ട വറുത്തതുണ്ട് ചൂടോടെ. പിന്നെ നമ്മുടെ മോര് കലക്കിയതും ഉണ്ട്. നാടൻ സൊസൈറ്റി പാൽ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി മോരാണ്. നല്ല മണമൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ചുമ്മാ നമുക്ക് കുടിക്കാം. അമ്മാതിരി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്നാണ് വിചാരിക്കണത്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ പോണേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉച്ചത്തെ സ്പെഷ്യൽ. നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടായിരുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തണുത്തത്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴിച്ചു അവസാനിപ്പിച്ചു ഗായ്സ്. അപ്പോൾ ഓക്കെ, ബായ്.